ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കേരള സർക്കാർ നടപ്പാക്കുന്ന പ്രവാസി ക്ഷേമനിധിക്ക് കേന്ദ്രവിഹിതം അനുവദിക്കണമെന്ന് കേരള പ്രവാസി സംഘം ആവശ്യപ്പെട്ടു. ഈ വിഷയം അടിയന്തരമായി പാർലമെന്റിൽ ഉന്നയിക്കാൻ ലോക്സഭ, രാജ്യസഭ എംപിമാർക്ക് നിവേദനം നൽകിയതായി പ്രസിഡന്റ് ഗഫൂർ പി ലില്ലീസ് പറഞ്ഞു. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ നൽകുക എന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. കാരണം പ്രവാസികൾ അയക്കുന്ന ഓരോ വിദേശ നാണ്യത്തിന്റെയും ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്. ഞങ്ങൾ ഒരുപാട് തവണ കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നിൽ ഈ വിഷയം ഉന്നയിച്ചിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള സഹായം ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഈ തൊട്ടടുത്ത ആഴ്ചകളിലായിക്കൊണ്ട് ഞങ്ങൾ കേരള സംസ്ഥാനത്തെ മൊത്തം ജില്ലകളിൽ ഈ പൊതുസമൂഹത്തിന് ഇത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ജാഥകളെല്ലാം ജില്ലയിൽ നടന്നു. പ്രവാസികളിൽ നിന്നും പിരിച്ചെടുത്ത എമിഗ്രേഷൻ ക്ലിയറൻസ് ഫണ്ട്, വിദേശത്ത് ദുരിതത്തിലായവരെ സഹായിക്കാനുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് എന്നിവ ക്ഷേമത്തിനായി ഉപയോഗിക്കാതെ പൂഴ്ത്തിവച്ചിരിക്കുന്നത് കടുത്ത അനീതിയാണെന്ന് കേരള പ്രവാസി സംഘം ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. ഈ ഫണ്ടുകളിൽ നിന്നും കേരള പ്രവാസി ക്ഷേമനിധിക്ക് വിഹിതം നൽകണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി ബാദുഷ കടലുണ്ടി, ജില്ലാ സെക്രട്ടറി CB ഇക്ബാൽ, ജില്ലാ പ്രസിഡന്റ് സജീവ് കുമാർ എന്നിവരും സംബന്ധിച്ചു. പക്ഷെ ഇന്ത്യയിൽ ഇതിനെക്കുറിച്ചൊരു പഠനം നടക്കുന്നില്ല. ഇന്ത്യയിൽ ഇതിന് പഠനം നടത്തേണ്ട ഒട്ടേറെ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഇന്ത്യൻ സെൻട്രൽ മൈഗ്രേഷൻ എന്നൊക്കെ പറഞ്ഞ ICM പോലെയുള്ള ഒട്ടേറെ സംവിധാനങ്ങൾ, രാജ്യത്തെ ഗവൺമെന്റിന് ഉപദേശം നൽകേണ്ട വിഭാഗങ്ങൾ പ്രവർത്തിച്ചിട്ട് പോലും ഇന്ന് വരെ അത്തരത്തിലൊരു പഠനം, പ്രവാസി വരുമാനം ഈ രാജ്യത്തിന് ഉണ്ടാക്കി തരുന്ന നേട്ടങ്ങളെക്കുറിച്ച്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാലഘട്ടത്തിന്റെ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ടുള്ള